പങ്കുവെക്കുന്നത് ഒരു രാഷ്ട്രീയ മീമാംസയുടെ സന്ദേശമല്ല, ഒരു വിദ്യാഭ്യാസ വാണിജ്യ കച്ചവട സ്ഥാപനത്തിന്റെ സന്ദേശവുമല്ല. പിന്നെ എന്താണ് ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള ഈ സത്യത്തിന്റെ സന്ദേശത്തിന്റെ ഇതിവൃത്തം? പാപികളായിരുന്ന മാനവരാശിയുടെ പൂർണ്ണമായ വിടുതലിനു വേണ്ടി കൽവറി ക്രൂശിൽ യാഗമായി തീർന്ന് സകല മാനവന്റെയും പാപവിമോചനത്തിനും രക്ഷയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനുമായി ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഏക രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ എന്തൊക്കെ വെട്ടിപ്പിടിച്ചുവാനും മനുഷ്യൻ ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിൽ നിന്ന് മരണത്തെ തൂക്കി പോകേണ്ടി വരും. സകല സൈന്യത്തോടും പടചേർത്തുകൊണ്ട് ലോകത്തിന്റെ ഭാഗങ്ങളിൽ വെട്ടിപ്പിടിക്കുവാൻ പുറപ്പെട്ട മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ മരണത്തിന് മുമ്പ് പരിവാരങ്ങളോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു വെക്കുവാൻ ഇടയായി. അദ്ദേഹം പറഞ്ഞ ആ ഒരു തത്വചിന്ത ഈ ലോകത്തെ മൊത്തം ഒരുപോലെ സ്വാധീനിച്ചതാണ്. എന്താണ് മഹാനായ അലക്സാണ്ടർ തന്റെ പരിവാരങ്ങളോട് പറഞ്ഞു വെച്ചത്? ഈ ലോകം മൊത്തം വെട്ടിപ്പിടിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഞാൻ മരിച്ച് എന്നെ അടക്കം ചെയ്യപ്പെടുവാൻ കൊണ്ടുപോകുമ്പോൾ എന്റെ ശവത്തെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ ശവപ്പെട്ടിയുടെ ഇരുഭാഗങ്ങളിലേക്കും ദ്വാരങ്ങൾ ഉണ്ടാക്കി എന്റെ രണ്ട് കരങ്ങളും പുറത്തേക്ക് നിൽക്കത്തക്ക രീതിയിൽ വേണം എന്നെ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകുവാൻ. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാരണമുണ്ട്. ഈ ലോകത്ത് ഒരു മനുഷ്യനായി പിറന്ന ഞാൻ എന്റെ സൈന്യവും എന്റെ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അനേകം രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും സാമ്രാജ്യങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് അലക്സാന്ദ്രിയയിൽ നിന്ന് പടയോട്ടം ആരംഭിച്ച് പലതും വെട്ടിപ്പിടിച്ചിട്ടും അന്ത്യനിമിഷത്തിൽ എനിക്ക് യാതൊന്നും ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. ഈ ശബ്ദം കേൾക്കുന്ന താങ്കളോട് ഞാൻ ഉറക്കി ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭൂമിയിൽ നാം ജനിച്ചു പലതും വെട്ടിപ്പിടിച്ചു പലരുടെയും കയ്യിൽ നിന്നും നമുക്ക് ദാനങ്ങളായി സമ്മാനങ്ങളായി പലതുമൊക്കെ ലഭിച്ചാലും ഈ ഭൂമിയിൽ നിന്ന് നാം പോകുന്നത് വെറും കയ്യോടെ മാത്രമാണ്. അപ്പോൾ നാം ഈ ജീവിതത്തിൽ വെട്ടിപ്പിടിച്ചിരിക്കുന്നതും സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് ഉപകാരപ്പെടാതെ പോകുമെന്നുള്ള സത്യം ഈ ലോകത്ത് എല്ലാ മാനവനും മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിന് അപ്പുറം അവനെ കരം പിടിച്ച് കൈപിടിച്ച് നടത്തുവാൻ കഴിയുന്ന ഒരു ഉലക സത്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണെന്ന് അത് സ്വയം ഞങ്ങൾ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ആരാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള ചോദ്യം ഇന്ന് സമൂഹത്തിൽ അപ്രസക്തമായിരിക്കുകയാണ്. കാരണം ജനിച്ച ഒരു വ്യക്തി മുതൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏത് വ്യക്തി വരെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ സുവിശേഷ പ്രഭാഷണങ്ങളിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? കർത്താവായ യേശു ക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മേലധികാരിയല്ല, ഒരു സ്ഥാപനത്തിന്റെ ഭരണാധികാരിയുമല്ല. പിന്നെ ആരാണ് യേശു ക്രിസ്തു എന്നുള്ള ചോദ്യം എങ്ങനെ നമുക്ക് ഉയർത്തുവാൻ കഴിയും? ആരല്ല യേശു ക്രിസ്തു എന്നുള്ള ചോദ്യത്തെ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ആരാണ് യേശു ക്രിസ്തു എന്നുള്ള ചോദ്യം നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്നു. കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്ത ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അകന്നു പോയ സകല മനുഷ്യനും പാപവിമോചനം നൽകി വീണ്ടെടുപ്പ് നൽകി അവനെ നിത്യരക്ഷയൊരുക്കി യേശുവിനോട് ചേർത്ത് വയ്ക്കുവാൻ ഈ ഭൂമിയിൽ വന്ന ദൈവത്തിന്റെ അവതാര പുരുഷനായ മശികയാണെന്ന് ഉറക്കെ ഞാൻ വിളിച്ചു പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങളും കർത്താവ് മുന്നോട്ട് വെച്ച ആശയ സംഹിതകളും തത്വശാസ്ത്രങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ പ്രസക്തമായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെയും അവന്റെ പഠിപ്പിക്കലുകളെയും അവൻ മുന്നോട്ട് വെക്കുന്ന ആശയധാരയെയും ജീവിത സബരിയെയും നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റിവെച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ല. കാരണം യേശു ക്രിസ്തുവും അവന്റെ പഠിപ്പിക്കലുകളും ഈ സമൂഹത്തിൽ അന്തർലീനമായി ഇപ്പോഴും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവും അവന്റെ ഉപദേശങ്ങളും കാലഹരണപ്പെട്ടതല്ല എന്ന് ഈ സമൂഹത്തിൽ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം വാർത്തകൾ അക്കമിട്ട് തെളിയിക്കുകയാണ്. യേശു ക്രിസ്തുവും അവന്റെ പഠിപ്പിക്കലുകളും യേശു നൽകിയിരിക്കുന്ന ഉപദേശങ്ങളും ഈ കാലഘട്ടത്തിൽ കാലിക പ്രസക്തിയുള്ളതാണ്. എങ്ങനെയാണ് കർത്താവായി യേശു ക്രിസ്തുവും യേശു മുന്നോട്ട് വയ്ക്കുന്ന ആശയധാരയും ഈ കാലഘട്ടത്തിൽ കാലിക പ്രസക്തിയുള്ളതായി മാറുന്നത്? നമ്മുടെ മുമ്പിലുള്ള പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഇന്ന് സമൂഹത്തിൽ വരുന്ന വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെയും സുവിശേഷത്തിന്റെയും പ്രസക്തി എത്രമാത്രം ഈ
സമൂഹത്തിലുണ്ടെന്നും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവും അവരിലുള്ള സുവിശേഷവും എത്രത്തോളം ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളത്, യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചുകൊണ്ട് യേശു പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് നിലനിൽപ്പില്ല എന്നുള്ള സത്യം ഞാൻ അക്കമിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ വെള്ളിക്കുന്നതെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ദൃശ്യമാധ്യമ അടിമപ്പെട്ടുകൊണ്ട് ഒറ്റക്കുത്തിന് മറ്റുള്ളവരെ കുത്തിവീഴ്ത്തുന്ന ഒരു സമുദായമായി, സാമൂഹ്യ ജീവിയായി മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ മരിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ അത്രേ എന്ന്. വിവേകത്തോടുകൂടി ഇരിക്കേണ്ട, ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കേണ്ട, കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട മനുഷ്യൻ വിവേകഹീനനായിക്കൊണ്ട് അവന്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, സാഹചര്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവന്റെ ജീവിതത്തിൽ എന്തും ചെയ്ത് മറ്റുള്ളവനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള മനസ്സിന്റെ പൈശാചിക ചിന്തകൾ ഉണർത്തി വിട്ടുകൊണ്ട് അവൻ മറ്റുള്ളവർക്ക് കെടുതികളും വിപത്തുകളും ആപത്തുകളും സമ്മാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആശയധാര സകല മനുഷ്യരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി സകല മനുഷ്യരും സഹോദരന്മാരാണെന്നുള്ള തിരിച്ചറിവിൽ ചേർത്ത് പിടിച്ച് അവന്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും അവനോട് ഒപ്പം തോളോട് തോളൊരുമ്മിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പഠിപ്പിച്ച ഒരു ആശയധാരയുടെ വക്താവായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനൊരു മതത്തെയോ പ്രസ്ഥാനത്തെയോ ആശയധാരയെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യനിർമ്മല സത്യസുന്ദര സുവിശേഷത്തിന്റെ വക്താവായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രാഗൽഭ്യത്തോടുകൂടെ വിളിച്ചു പറയുവാൻ സാധിക്കും, ഈ സമൂഹത്തെ നന്മയിലേക്ക് നടത്തുവാൻ, ഈ സമൂഹത്തിൽ ഉയർന്നു വരുന്ന തിന്മകൾക്കെതിരെ പടവാളായി പടപെട്ടുവാൻ ശക്തിയുള്ള ഒരുവരെയുള്ളൂ, അവനത്രേ നസ്രായനായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന തിന്മകളെയൊക്കെ ഉന്മൂലനാശനം ചെയ്യുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധാരണ മനുഷ്യനായി പിറന്നവനോ സാധിക്കുകയില്ല. ഇവിടുത്തെ ജുഡീഷ്യറിക്ക്, നിയമവാഴ്ചകൾക്ക്, ക്രമസമാധാന സംവിധാനങ്ങൾക്ക് മനുഷ്യനെ നല്ലവരാക്കി മാറ്റുവാൻ കഴിയുന്നതിൽ പരാജയം മണത്തറിയേണ്ടി വരുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ മാത്രമേ ഒരു മനുഷ്യന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനും അവന്റെ ജീവിതത്തിൽ പരിഷ്കാരങ്ങൾ നടത്തി അവനെ സമൂഹത്തിനും മനുഷ്യർക്കും ഈ രാജ്യത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ഉപകാരപ്രദമായ ഒരു മനുഷ്യനാക്കി പരിവർത്തനം ചെയ്യപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഞാനൊരു കാര്യം ഉറക്കെ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അനേകം കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഈ ലോകം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടുപിടുത്തങ്ങൾ അക്കമിട്ടിങ്ങനെ വിളിച്ചു പറയുവാൻ ഒരുപാടുണ്ട്. പക്ഷേ ഇന്ന് വരെ ലോകവും ബുദ്ധിരാക്ഷസന്മാരും ശാസ്ത്രവും തത്വശാസ്ത്രങ്ങളും ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു വലിയ കണ്ടുപിടുത്തമുണ്ട്. അതത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന്റെ ശക്തി എന്ന് ഉറക്കെ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ ലോകത്ത് എത്ര കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സിനെ വായിച്ചെടുക്കുവാനും അവൻ തിന്മയിലേക്ക് പോകുന്നതിനെ തടയുവാനും അവനെ നന്മയുടെ പാതയിൽ ചലിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങൾ പോലും ഈ ഭൂമിയിൽ ഉളവായി വന്നിട്ടില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ വിവേചിക്കുവാനും അവന്റെ മനസ്സിലും അവന്റെ ജീവിതത്തിലും കടന്നുകൂടിയിരിക്കുന്ന പാപത്തിന്റെ പൈശാചിക ചിന്തകളെയും ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത വികാര വിചാരങ്ങളെയും പുറത്താക്കിക്കൊണ്ട് നല്ല ഒരു മാനവനാക്കി ഒരുവനെ പരിവർത്തനം ചെയ്യുവാൻ അവന്റെ മനസ്സിനെ പരിവപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന ഏക സത്യ കണ്ടുപിടുത്തം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ തേജസ്സിന്റെ സത്യസുവിശേഷമെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഈ സമൂഹത്തിൽ അന്തർലീനമായി കിടക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് കൃത്യമായ ദിശാബോധം ലഭിക്കണം, അവന് ജീവനുണ്ടാകണം, അവൻ സത്യത്തിൽ ചരിക്കുവാൻ ഇടയായി തീരണം. അങ്ങനെ ജീവനുണ്ടാകുവാനും സത്യം മനസ്സിലാക്കുവാനും വെളിച്ചത്തിൽ നടക്കുവാനും ഒരുവരെ സഹായിക്കുന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തു. വേദങ്ങളും ഉപനിഷത്തുകളും സ്വന്തമായുള്ള ഓരോ ഭാരതീയനും മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥനാ വാചകമുണ്ട്. അതിങ്ങനെയാണ്: അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. ഇവരെ പ്രാർത്ഥനാ മന്ത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഒരു ശാന്തി മന്ത്രമെന്നും ഇതിനെ വിവേക്ഷിച്ചു വരുന്നു. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നടത്തണമേ,
ഇരുളിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക് നടത്തണമേ, മരണത്തിൽ നിന്ന് അമർത്യതയിലേക്ക് എന്നെ നടത്തണമേ. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്യന്തികമാകുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനാവാചകത്തിന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനാവാചകത്തിന്റെ ഉള്ളടക്കം നമ്മളോട് വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ, അസത്യത്തിൽ നിന്ന്